എല്ലാ പ്രേക്ഷകർക്കും ഡബിൾ ഹോഴ്സ് ഈസി കുക്കിലേക്ക് സ്വാഗതം. ഈസി കുക്കിൽ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പനീറിൻ്റെ ഐറ്റമാണ്. ഒരു ചൈനീസ് ഫ്ലേവറിലുള്ള പനീറിൻ്റെ ഡിഷ്. അപ്പോൾ അതിൻ്റെ ചേരുവകൾ നമുക്ക് പരിചയപ്പെടാം. അതെങ്ങനെ റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. പനീർ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത്, കോൺഫ്ലവർ, സവാള അരിഞ്ഞത്, കാപ്സിക്കം അരിഞ്ഞത്, പച്ചമുളക്, ഉപ്പ്, കുരുമുളക്, സോയാബീൻ സോസ്, വെളുത്തുള്ളി, മല്ലിയില അരിഞ്ഞത്, സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞത്, ഇഞ്ചി, ടൊമാറ്റോ സോസ്, റിഫൈൻഡ് ഓയിൽ. ഒരു ഗ്രേവി ആയിട്ടുള്ള ഐറ്റമാണ്. സോസൊക്കെ ആയിട്ട് ഒരു തിക്ക് സോസൊക്കെ ആയിട്ടുള്ള ഡിഷാണ്. പനീറിൻ്റെ നല്ലൊരു വെജിറ്റേറിയൻ ഡിഷാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സാധാരണ പനീർ വെച്ച് നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷുകളാണ് കൂടുതൽ ചെയ്യാറുള്ളത്. മട്ടർ പനീർ, അല്ലെങ്കിൽ പനീർ മഖിനി, അല്ലെങ്കിൽ പനീർ ബുർജി ഒക്കെയാണ് ചെയ്യാറുള്ളത്. ചൈനീസ് ഫ്ലേവറിലുള്ള ഒരു ഡിഷ് നമ്മൾ ഇന്നത്തെ ഈസി കുക്കിൽ ചെയ്യുകയാണ്. വെളുത്തുള്ളി, ഇഞ്ചി, സവാള, പച്ചമുളക്, ഉപ്പ്, കുരുമുളക്, സോയാബീൻ സോസ്, ടൊമാറ്റോ സോസ്, വെള്ളം, അതിലേക്ക് റെഡിയാക്കി വെച്ചേക്കുന്ന പനീർ, കാപ്സിക്കം, അപ്പോൾ എല്ലാ ചേരുവകളും ചേർത്ത് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കഴിഞ്ഞു. ഇനി ഒന്ന് ഗ്രേവി ഒന്ന് കുറുകി സത്തൊക്കെ ഇറങ്ങി റെഡി ആകുമ്പോഴത്തേക്ക് ഇന്നത്തെ ഡിഷ് റെഡിയാവും. ഒരു ഗ്രേവിയുള്ള ഡിഷാണ്. നമുക്ക് ഫ്രൈഡ് റൈസിനൂടെ, നൂഡിൽസിനൂടെ ഒക്കെ കഴിക്കാവുന്നത്, ഈവൻ പ്ലെയിൻ റൈസിനൂടെ ആണെങ്കിലും കഴിക്കാവുന്ന നല്ലൊരു ഡിഷാണ് ഈ പനീർ. പനീർ നമുക്ക് എല്ലാവർക്കും, ഇന്ത്യൻസിനൊക്കെ വളരെ ഫേവറേറ്റാണ് പനീർ. സാധാരണ ചൈനീസ് ഡിഷുകൾ പനീറോട് വളരെ കുറവാണ്. അപ്പോൾ ഇതുപോലത്തെ നമ്മൾ ചൈനീസ് ഫ്ലേവറൊക്കെ ചേർത്ത് ഒരു ഡിഷ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിന് പ്രത്യേക ഒരു രുചിയായിരിക്കും. കോട്ടേജ് ചീസ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും നോർത്ത് ഇന്ത്യൻ ഡിഷിനാണ് ഉപയോഗിക്കുന്നത്. ഇനി ചേർക്കേണ്ടത് മല്ലിയില, സ്പ്രിംഗ് ഓണിയൻ, അപ്പോൾ നമ്മുടെ ഡിഷ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്ന് സോസ് ഒന്ന് തിക്കാക്കാൻ വേണ്ടിയിട്ട് കോൺഫ്ലവർ, ഇപ്പോൾ കോൺഫ്ലവർ അല്പം വെള്ളത്തിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്രേവി തിക്കായി കഴിയും. അപ്പോൾ നമ്മൾ ഇത് പനീർ ഡിഷ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ചൈനീസ് ഡിഷൊക്കെ ചെയ്യുമ്പോഴത്തേക്ക്, വീട്ടിൽ ചെയ്യുമ്പോഴത്തേക്ക് കളറൊന്നും ചേർക്കേണ്ട കാര്യമില്ല. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുമ്പോൾ നല്ല റെഡിഷ് ആയിരിക്കും ചില്ലി പനീറൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക്. പക്ഷേ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോഴത്തേക്ക് കളറൊക്കെ ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ ഇന്നത്തെ ഡിഷ് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. നല്ല സോസൊക്കെ നല്ല തിക്കായി, കറിയെല്ലാം നല്ല പരുവായിരിക്കുകയാണ്. അതിന് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ ചൈനീസ് ചില്ലി പനീർ റെഡിയായി കഴിഞ്ഞ് മേലിൽ അല്പം മല്ലിയില, സ്പ്രിംഗ് ഓണിയന്. അങ്ങനെ ഇന്നത്തെ ഡിഷ് കണ്ടല്ലോ, ഒരു വെജിറ്റേറിയൻ ഡിഷാണ് പനീറിൻ്റേത്. പനീറും സവാളയും കാപ്സിക്കം ഒക്കെ ചേർന്ന് ഒരു നല്ലൊരു വെജിറ്റേറിയൻ ഡിഷാണ്. വെജിറ്റേറിയൻ ലവേഴ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് പനീർ. നമ്മൾ വെജിറ്റേറിയനിലെ ചിക്കൻ എന്നൊക്കെ പറയും പനീറിന്, കാരണം അത്രയ്ക്ക് രുചികരമായൊരു ഡിഷാണ് പനീർ. അപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്തങ്ങളായ ഡിഷുകൾ, ഇപ്പം വെജിറ്റേറിയൻ ആകാം, നോൺ വെജ് ആകാം, അല്ലെങ്കിൽ ഡെസേർട്ട്സ് ആകാം, അല്ലെങ്കിൽ സലാഡ്സ് ആകാം, സൂപ്പാകാം, അങ്ങനെ ഡിഫറൻ്റായ ഡിഷുകൾ നമുക്ക് ഈസി കുക്കിൽ കൂടി കണ്ടുകൊണ്ടിരിക്കാം. നാളെ രാത്രി വീണ്ടും കാണുന്നിടം വരെ ഗുഡ് നൈറ്റ്.